മിറക്കിൾ വരെ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഇന്ന് ഞാൻ എൻ്റെ ഒരു പിരികം ഇതുപോലെ എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പിരികത്തിന് ചെറിയൊരു പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പിരികം നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ പിരികം കണ്ടോ, കുറച്ചും കൂടെ പൊന്തിയിട്ടാണ് നിൽക്കുന്നത്. റൈറ്റ് സൈഡിൽ കുറച്ചും കൂടെ താന്നിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു പിരികത്തിൻ്റെ ഷേപ്പിൻ്റെ വ്യത്യാസം കണ്ടോ. ഇത് നാച്ചുറലി ഇങ്ങനെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാനത് ബാലൻസ് ചെയ്ത് ഒരു ഈക്വലി ലൈക്ക് യൂണിഫോം ആയിട്ടുള്ള ഐബ്രോസ് ആക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ പിരികം നോക്കുകയാണെങ്കിൽ ഞാൻ കുറേ നാളായിപ്പം ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കേട്ടോ, അതാ ഇങ്ങനെ വളർന്നിരിക്കുന്നത്. എൻ്റെത് കൂട്ടുപിരുകം കൂടാണ്. അപ്പോൾ നടുക്കത്തെ ആ ഭാഗത്തും പിരികം നന്നായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതുപോലെ പിരികം എങ്ങനെയാണ് നാച്ചുറലി വളർത്തിയെടുക്കേണ്ടത്, അതിന് ടിപ്സ് ഉണ്ടോ എന്നും ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അതിന് ഞാൻ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുള്ള കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണമെങ്കിൽ കണ്ടു നോക്കാം. അത് കൃത്യമായിട്ട് ഒരു 3 മാസമെങ്കിലും ചെയ്യാം, നന്നായിട്ട് പിരികത്തിന് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇതെങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ പിരികം നോക്കുകയാണെങ്കിൽ താഴ്ഭാഗം, പിരികത്തിൻ്റെ താഴ്ഭാഗവും അവിടെയൊക്കെ നന്നായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ ഈ നടുക്കുന്ന് നന്നായിട്ട് കിളിച്ച് നിൽപ്പുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗം കണ്ടോ, കുറച്ചേറെ ബുഷിയായിട്ട് നിൽക്കുകയാണ് ഈ ഭാഗം. അപ്പോൾ അതെങ്ങനെയാണ് ഷേപ്പ് ചെയ്യേണ്ടത് എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം. എൻ്റെ പിരികത്തിന് ഒരുവിധം എല്ലാ പ്രോബ്ലങ്ങളും ഉണ്ട്. അപ്പോൾ ആ പ്രോബ്ലങ്ങൾ എങ്ങനെയാണ് ഞാൻ മാറ്റുന്നതെന്നും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം നാച്ചുറലാണ് ഇതൊക്കെ. നമുക്കത് എല്ലാവരുടെയും പിരികം പറഞ്ഞോട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ ഉള്ളതിനെ നമുക്ക് പെർഫെക്റ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ആദ്യം ഞാൻ പിരികം ജസ്റ്റ് ഒന്ന് തടവി ഒന്ന് താത്ത് വെക്കുകയാണ്. ഒരു സ്പൂലി വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ചീകി താത്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു റേസറാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്ലേഡില്ലേ, അതിൻ്റെ പകുതിയായിട്ട് ഒടിച്ചെടുത്തിട്ട് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്താണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതിന് നല്ല മൂർച്ചയുള്ളത് വേണം. ഈ ബ്ലണ്ടായിട്ടുള്ള ഒരു മൂർച്ചയില്ലാത്ത റേസർ യൂസ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇവിടെ ഇട്ട് ഒരുപാട് ഇങ്ങനെ ഉരച്ചുരച്ച് രോമം റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് സ്കിന്നിൻ്റെ ഭാഗമൊക്കെ ഒരുപാട് സെൻസിറ്റീവ് ആവാനും ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ പോലെയൊക്കെ വരും. പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയൊക്കെ നന്നായിട്ട് സെൻസിറ്റീവ് ആണല്ലോ. അപ്പോൾ അതങ്ങനെ സെൻസിറ്റീവ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മൂർച്ചയുള്ള റേസർ തന്നെ യൂസ് ചെയ്യുക. അതിന് നടുക്കത്തെ ഭാഗത്തു നിന്നാണ് പിരികം ഇങ്ങനെ പെതുക്കെ റിമൂവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മേൽഭാഗം ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ ലൈറ്റ് ഹാൻഡഡ്ലി പെതുക്കെ ചെയ്യുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് കയ്യിൽ രോമം വരുമല്ലോ, ആ റേസറിൽ രോമം വരുന്നത് ഒരു ടിഷ്യൂ പേപ്പറിലോ കർച്ചീഫിലോ ഇങ്ങനെ ഒന്ന് തുടച്ച് മാറ്റിയിട്ട് വേണം പിന്നെ യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ അതെല്ലാം കൂടെ നമ്മുടെ ആ റേസറിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യാൻ അത്ര സുഖം ഉണ്ടാവത്തില്ല, പെട്ടെന്ന് ചെയ്യാനൊരു ബുദ്ധിമുട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുത്ത് പെതുക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നൊരു കാര്യം, നമുക്ക് ഇത് ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് സ്കിന്ന് ആ ഭാഗം കുറച്ച് സെൻസിറ്റീവ് ആ ഒരു ചെറിയൊരു നീറ്റൽ പോലെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അലവര ജെല്ലെടുക്കുക, ഫ്രഷ് ആയിട്ടുള്ളതോ അല്ലാത്തയോ എടുത്തിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇറിറ്റേഷൻ കുറയ്ക്കാനും സ്കിന്നൊന്ന് സൂതിങ് ഒരു എഫക്റ്റ് കൊടുക്കാനും കാമാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, താഴ്ഭാഗം വളരെ സമയമെടുത്ത് പെതുക്കെ ചെയ്യുക. ഞാൻ എപ്പോഴും പിരികം ഇങ്ങനെ ഷേപ്പ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ കൊടുത്ത് പെതുക്കെ ആയിട്ടോ ചെയ്യുന്നത്. എത്ര പ്രാവശ്യം ചെയ്യുന്ന പറഞ്ഞാലും ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇതൊരു നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അപ്പോൾ പോയി അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറാനൊക്കെ നല്ല ചാൻസാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ വളരെ സമയമെടുത്ത് പെതുക്കെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും കുട്ടികളാരും നമ്മുടെ അടുത്തൊന്നും വന്ന് നിൽപ്പില്ല എന്ന് ഉറപ്പ് വരുത്തുക. കാരണം കയ്യിലൊരു തട്ട് കിട്ടിയാൽ മതി, കുളവാൻ അത് മതിയാവും. സോ വളരെ സമയമെടുത്ത് പെതുക്കെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഈ ഒരു നടുക്കെത്തുമ്പോൾ ആ ഒരു ബുഷിയായിട്ട് കുറച്ച് ഏരിയയില്ലേ, അത് ഞാൻ ഏകദേശം ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒരു കത്രിക വെച്ചിട്ട് മേൽഭാഗം ഒന്ന് ട്രിം ചെയ്യുകയാണ്.
അപ്പം ഇങ്ങനെ നമുക്ക് സിസർ വെച്ച് മൊത്തം ആ ഒരു ഏരിയയിൽ എത്ര ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു അത്രയും ഭാഗം ഇതുപോലെ ട്രിം ചെയ്ത് കൊടുത്താൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ മേൽഭാഗം ആദ്യം നമ്മുടെ ഈ ഒരു സൈഡിലെയും ട്രിം ചെയ്തെടുക്കുകയാണ്. ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോർഹെഡ് ഏരിയയിലും ഈ ചില രോമങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫുൾ ക്ലിയർ ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാം. ആ ഒരു ഫുൾ ഏരിയ നല്ല ക്ലീൻ ആവും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. ഒരുവിധ പെയിൻ, നമുക്കൊരു വേദനയില്ല. അപ്പം ഞാൻ ഈ പ്ലക്കർ വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ചെയ്യുമ്പോൾ നല്ല പെയിനാണ്. നമ്മൾ ത്രെഡിങ് ചെയ്യുമ്പം അവിടെ പാർലറിൽ പോയി ചെയ്യുമ്പോഴത്തേക്കും ആ കുറച്ച് നേരത്തെ വേദന അവർ പെട്ടെന്ന്, നല്ല എക്സ്പേർട്സ് അല്ലേ, പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും വേദന തോന്നത്തില്ല. പക്ഷെ പ്ലക്കറൊക്കെ വെച്ച് നമ്മൾ സ്വയം ചെയ്യുമ്പോഴത്തേക്കും നല്ല വേദനയാണ്. പക്ഷേ ഇതുപോലെ റേസർ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു വേദനയില്ല. നമുക്ക് ഒരുവിധം പെർഫെക്റ്റായിട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ ഇത് ഒരു കാര്യം, ഒരു 3 ആഴ്ച 4 ആഴ്ച കൂടുമ്പം പിന്നെയും ചെയ്യണം. കാരണം ഇത് പെട്ടെന്ന് വളർന്നിങ്ങനെ വരും. ത്രെഡിങ്ങോ അല്ലെങ്കിൽ പ്ലക്കർ വെച്ചോ റിമൂവ് ചെയ്യുമ്പം ഇത് വേരോടെ പിരിതെടുക്കുക. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും വളർന്നു വരാൻ. ഇതങ്ങനല്ല, കുറച്ച് വേഗം തന്നെ കിളിർത്ത് വരും. ജസ്റ്റ് ഒന്ന് മേളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ചെത്തിക്കളയുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അത് വേഗം കിളിച്ച് വരും. എനിക്കൊരു 3 ആഴ്ച കൂടുമ്പോൾ ഇതൊന്ന് റീഷേപ്പ് ചെയ്യണം. ഞാൻ കുറേ നാളായി ഷേപ്പ് ചെയ്തിട്ട്, അതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വളർന്നു വന്നത്. അപ്പോൾ ഓക്കെ, ഏകദേശം അത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ മനസ്സിലാവും രണ്ടും ഷേപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ രണ്ട് ഷേപ്പാണ്. എന്ന് വെച്ചാൽ ഒരെണ്ണത്തിന് കുറച്ച് മേലെ, ഒരെണ്ണത്തിന് കുറച്ച് താന്നിട്ട് വേണം നിൽക്കുന്നത്. പിരികത്തിൻ്റെ ആ ഒരു ഷേപ്പും ആർച്ചൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നാച്ചുറലി തന്നെ എൻ്റെ പിരികം ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ഒന്ന് സെറ്റാക്കാം എന്നുള്ളതാണ് നമ്മളിനി അടുത്തത് നോക്കാൻ പോകുന്നത്. അതിന് പ്രത്യേകിച്ച് വ്യത്യാസമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 രീതിയുണ്ട്. അതിൽ ഒരു രീതി ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാവേ. എന്താണെന്ന് വെച്ചാൽ അത് സിമ്പിൾ, വേഗത്തിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യത്തില്ലേ, നമ്മുടെ ഐബ്രോ പെൻസിലോ പൊമേഡോ അല്ലെങ്കിൽ കാജലോ എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു സ്പാഴ്സായിട്ടുള്ള എവിടെയെങ്കിലുമൊക്കെ ഈ രോമം ഫില്ലാവാത്ത ഏരിയകളുണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. 2 സൈഡും നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ 2 സൈഡും ഞാൻ ഫില്ല് ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്നതാണ് ഈ കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്ന ഐബ്രോൻ്റെ മേളത്തെ ആ ഒരു ആർച്ച് ഏരിയയിലെ ഏറ്റവും ഹൈയസ്റ്റ് പോയിൻ്റ്, അവിടെ നിന്ന് ഒരു ഇമാജിനറി ലൈൻ വരച്ചൊരു നേരെ ഒരു ലൈൻ ഇങ്ങനെ പോകുന്ന പോലെ കരുതിയിട്ട് മറ്റേ അറ്റത്ത് വരുമ്പോഴത്തേക്കും എങ്ങനെ ആ ഏത് പോയിന്റിൽ വന്ന് നിൽക്കുമോ അവിടെ ജസ്റ്റ് ഒന്ന് ഡോട്ട് ചെയ്യുക അല്ലെങ്കിൽ വരയ്ക്കുക, ഒരു ലൈൻ പോലെ. എന്നിട്ട് നമ്മുടെ ഓൾറെഡി ഉള്ള പിരികത്തിൽ നിന്ന് അതിനെ ജോയിൻ ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. എത്രത്തോളം അത് നാച്ചുറലായിട്ട് ഒന്ന് ബ്ലെൻഡ് ആക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് പതുക്കെ സമയം എടുത്തൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, നേരത്തെ വരച്ചൊന്ന് ആ ഒരു ചെറിയൊരു ബ്ലാക്ക് പോലെ വന്നില്ലേ, അത് ഞാൻ തുടച്ച് മാറ്റിയതാണ്. ഓക്കെ, കണ്ടോ, ഇപ്പോൾ രണ്ടും ഏകദേശം ഒന്ന് ഫില്ലായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് അത് നമ്മുടെ ഇഷ്ടത്തിന് ഒരു ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. കണ്ടോ, അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതൊരു രീതിയാണ്. ഇതല്ലാതെ നമുക്ക് നമ്മുടെ പിരികത്തിൻ്റെ താഴ്ഭാഗവും നമുക്ക് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ അടുത്ത വീഡിയോയിലോട്ട് മറ്റൊന്ന് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.